ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഹാജരായ ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും എക്സൈസ് ചോദ്യം ചെയ്യുന്നു. മോഡൽ സൗമ്യയും ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്. ബംഗളൂരുവിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലാണെന്നും 1 മണിക്കൂർ കൊണ്ട് തന്നെ മടക്കി അയക്കണമെന്നും ഷൈൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. അറിയാവോ? ഹൈബ്രിഡ് വേണമെന്നല്ലോ സാർമാരോട് സംസാരിക്കണം പ്ലീസ്. ഇതെന്താ നിങ്ങളെ പ്ലീസ് പ്ലീസ് മാറും. വാട്ട് ഇസ് ദിസ്? മാറും 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 സംസാരിക്കട്ടെ. പോലീസോട് സംസാരിക്കട്ടെ. 40ഓളം ചോദ്യങ്ങൾ അടങ്ങുന്ന പ്രത്യേക ചോദ്യാവലിയാണ് പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത്. തസ്ലീമ 5 പേരുകളാണ് പറഞ്ഞതെന്ന് എക്സൈസ് CI മഹേഷ് പറഞ്ഞു. ഇവിടെ ഒരു ഹോം സ്റ്റേയിൽ സ്റ്റോർ ചെയ്തിട്ട് ഇവിടെ വിൽപ്പന നടത്താൻ കൊണ്ടുവന്ന് ഞങ്ങളോട് പറഞ്ഞത്. ഈ സിനിമാടന്മാർക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് പറഞ്ഞത്? ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല, ഇന്ന് 3 പേരെന്തോ ഹാജരാവുന്നു. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് വെറുതെ പറയും. ഇല്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഓക്കെ, ആവശ്യപ്പെട്ടിട്ടുണ്ടോ സാർ? അങ്ങനെ ആവശ്യപ്പെട്ടാലും പെട്ടില്ലെങ്കിലും ഉണ്ടല്ലോ. അതായത് നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എന്തെല്ലാമാണ് അതിനകത്ത് ക്ലാരിറ്റി വരുത്തുന്നത് അത്തരം കാര്യങ്ങളിൽ പറയാൻ കഴിയില്ല. സമയം കാണും എന്നുള്ളത് പറയാൻ കഴിയില്ല. ശേഷം മാത്രമേ കണക്കിലേക്കുള്ളൂ എടുക്കാനായിട്ട് അവർ വിളിച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ അടിസ്ഥാനത്തിലായിരിക്കും ഫർദറായിട്ടുള്ളത്. അതേസമയം ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും അറിയാമെന്ന് സൗമ്യ. തസ്ലീമ 6 മാസമായി സുഹൃത്തെന്നും ചോദ്യം ചെയ്യലിന് ഹാജരാകും മുമ്പ് പങ്കുവച്ച ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ സൗമ്യ പറഞ്ഞു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാനേ എപ്പോൾ ട്രിപ്പ് പോവാണെങ്കിൽ എവിടേക്ക് പോകണം പറഞ്ഞിട്ടാണ് ഇത്തവണ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. പോയി വന്നിട്ട് പറയാം. എന്തായാലും പുതിയൊരു പേരൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ പോലും അറിയാതെ. എന്തായാലും ഞാനവിടെ പോയി വന്നിട്ട് പറയാട്ടോ എവിടേക്കാ പോണേ എന്താണെന്നുള്ളത്. ഓണ്ട വേണം പോയിക്കൊണ്ടിരിക്കുക. പോയി വന്നിട്ട് കാണാൻ കഴിയും. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ദേവൻ MP ചേരുന്നു. ദേവൻ, ഈ മോഡലിന് ഈ കേസുമായുള്ള ബന്ധം സംബന്ധിച്ച് എക്സൈസ് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഇപ്പോൾ തസ്ലീമയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശ്രീനാഥ് ഭാസിയെയും മറ്റും ചോദ്യം ചെയ്യുന്നത്, ഷൈൻ ടോം ചാക്കോയെയും ഒക്കെ ചോദ്യം ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മൊഴിക്കപ്പുറമുള്ള തെളിവുകളിലേക്ക് പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ടോ? ലക്ഷ്മി, ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇന്നിപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് ഷൈൻ ടോം ചാക്കോയിൽ നിന്നാണ്. ആദ്യം ചോദ്യം ചെയ്തത് ഷൈൻ ടോം ചാക്കോയാണ്. അതിനുശേഷം ഇപ്പോൾ സൗമ്യയെ ചോദ്യം ചെയ്തു. ഇപ്പോൾ ഇരുവരെയും ഒന്നിച്ചിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നടനായിട്ടുള്ള ഷൈൻ ടോം ചാക്കോയെയും ഒപ്പം തന്നെ ഈ മോഡലായിട്ടുള്ള സൗമ്യയും ഒരുമിച്ചിരുത്തിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. അതിൻ്റെ കാരണം ഈ നടന്മാരും ഈ തസ്ലീമയുമായിട്ടുള്ള ലഹരി ഇടപാടിൽ ഒരു സാമ്പത്തിക ഇടനിലക്കാരിയായി നിന്നിട്ടുള്ളത് സൗമ്യയാണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സൗമ്യ ഈ കേസിലേക്ക് കടന്നു വരുന്നതും. ഈ മോഡലായിട്ടുള്ള സൗമ്യയിലൂടെയാണ് ഇത്തരത്തിൽ ഈ ഒരു ലഹരി ഇടപാട് ഈ തസ്ലീമയുമായിട്ടുള്ള ലഹരി ഇടപാട് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചുള്ള ഡിജിറ്റൽ തെളിവുകൾ, ബാങ്ക് ട്രാൻസാക്ഷൻ അടക്കം GPay ട്രാൻസാക്ഷൻ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ എക്സൈസ് സംഘം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഒരു ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഷൈനിൽ നിന്നും ഈ എക്സൈസ് സംഘം ചോദിക്കാനായി കരുതിയിരുന്ന ചോദ്യങ്ങളിൽ ചോദ്യം ചോദിച്ചപ്പോൾ ചില വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടായിരുന്നു. അതിൽ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ സൗമ്യയെ കൂടി ഒരുമിച്ചിരുത്തിക്കൊണ്ട് രണ്ടുപേരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടക്കുന്നത്. ഇതിനുശേഷമായിരിക്കും ഇനി മൂന്നാമതായി ശ്രീനാഥ് ഭാസിയെ ചോദ്യം ചെയ്യുക. ഈ കേസിൽ ഈ നടന്മാരായിട്ടുള്ള ഈ ഷൈൻ ടോം ചാക്കോയും ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസിയെയും അറിയാമെന്നും ഈ നടന്മാർക്കും തസ്ലീമയെ അറിയാമെന്നും ആദ്യഘട്ടത്തിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ മോഡലായിട്ടുള്ള സൗമ്യയ്ക്കും ഈ നടന്മാരുമായിട്ടും പരിചയമുണ്ടെന്നും തസ്ലീമയുമായി ഏകദേശം 6 മാസത്തോളമായുള്ള ഒരു പരിചയമുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതേസമയം പക്ഷേ ഈ മോഡലിൻ്റെ ഈ സോഷ്യൽ മീഡിയ പ്രൊഫൈലൊക്കെ നമ്മൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഈ തസ്ലീമയുമായി വളരെ ദീർഘകാലമായ
ബന്ധമുണ്ട്. ഇരുവരും തമ്മിൽ ഈ ഇൻസ്റ്റാഗ്രാമിൽ നിരവധി വീഡിയോകൾ അവർ പങ്കുവച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ മോഡൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ തരത്തിൽ കൊച്ചിയിലും ഒപ്പം തന്നെ സിനിമാ മേഖലയിലുമുള്ള ഈ ലഹരി ഇടപാടുകൾ നടന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടനിലക്കാരിയായി പ്രധാനമായും നിന്നിട്ടുള്ളത് ഈ മോഡലായിട്ടുള്ള സൗമ്യ ആണെന്നുള്ളൊരു നിഗമനത്തിലാണ് എക്സൈസ് സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എങ്കിൽ കൂടിയും ഈ കാര്യങ്ങളിൽ ഈ കേസെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കണമെങ്കിൽ കൃത്യമായ തെളിവുകളും വിവരങ്ങളും എക്സൈസ് സംഘത്തിന് ലഭ്യമാകേണ്ടതുണ്ട്. ആ തെളിവുകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും കേസെടുക്കുക എന്നും എക്സൈസ് സംഘം ആദ്യം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ കേസ് നാളെ കോടതിയിലേക്ക് എത്തുമ്പോൾ അവിടെ ഈ കേസ് നിലനിൽക്കണം. ഒരു സിനിമാ താരങ്ങളായതുകൊണ്ട് തന്നെ ഈ കേസിന് ആദ്യഘട്ടത്തിൽ കിട്ടുന്ന ഒരു പ്രാധാന്യം ഈ കോടതികളിലേക്ക് എത്തുമ്പോൾ അതൊരു തരത്തിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അതൊരു തിരിച്ചടിയായി മാറാനുള്ളൊരു സാഹചര്യം ഉണ്ടാവരുത്. മുൻകാലങ്ങളിൽ ചില കേസുകളിൽ നടന്മാരായിട്ടുള്ള ചില ആളുകൾ ബന്ധപ്പെട്ട് വരുന്ന കേസുകളിലെല്ലാം തന്നെ അത്തരം കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു സാഹചര്യം ഒഴിവാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുക, അതിന് ഡിജിറ്റൽ തെളിവുകളുടെയും മൊഴികളുടെയും പരമാവധി ശേഖരണം നടത്തുക. ഒപ്പം തന്നെ ഈ തെളിവുകളും മൊഴികളും എല്ലാം തന്നെ ക്രോസ് ചെക്ക് ചെയ്യുക. ഈ താരങ്ങളെയും ഒപ്പം തന്നെ ഈ മോഡലിനെയും ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള ഒരു ക്രോസ് ചെക്കിങ്, ഈ 3 പേരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ടും ഒറ്റയ്ക്കിരുത്തിക്കൊണ്ടുമുള്ള ചോദ്യം ചെയ്യൽ, ഇതിലൂടെ എല്ലാം ലഭ്യമാകുന്ന പരമാവധി വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഒരു അടുത്ത നടപടികളിലേക്ക് കടക്കുക. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പരമാവധി നിർണായകമായ തെളിവുകൾ ലഭ്യമായാൽ ഒരു പക്ഷേ ഇവരെ പ്രതി ചേർക്കാനും ഒരു പക്ഷേ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. തീർച്ചയായും വളരെ നിർണായകമാണ് ഇന്ന് ആലപ്പുഴയിൽ നടക്കുന്ന ഈ ചോദ്യം ചെയ്യൽ എന്നുള്ളതാണ് ദേവൻ MP അവിടെ നിന്നും പങ്കുവയ്ക്കുന്ന വിവരം.